വീടുകൾക്കും വൈദ്യുതി കൊടുക്കുക. 5 കൊല്ലം കൊണ്ട് മുഴുവൻ വീടുകൾക്കും വൈദ്യുതി കൊടുക്കാമെന്ന് ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ അവിടെ ഒരു മണ്ഡലത്തെ വൈദ്യുതി സമ്പൂർണ്ണമായിട്ട് വൈദ്യുതി നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു വീടിനോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനത്തിനോ വൈദ്യുതി ഇല്ലാത്ത സ്ഥിതിയില്ല. ഈ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേരളത്തിലും വാണിവേൽ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 2005 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 725 പഞ്ചായത്ത് കിട്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക, 5 കോർപ്പറേഷനിൽ 5 കിട്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക, 14 ജില്ലാ പഞ്ചായത്തുള്ളതിൽ 13 ജില്ലാ പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക കിട്ടിയുള്ളത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാൻ വേണ്ടി പോകുന്ന മാത്രമല്ല, അതിന്റെ എത്രയോ ഇരട്ടി പഞ്ചായത്തുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും. വാണിവേൽ പഞ്ചായത്ത് വളരെ ശോച്യാവസ്ഥയിലാണ്. ഇവിടെ കുണ്ടും കുഴിയും നിറഞ്ഞുള്ള പഞ്ചായത്ത് റോഡുകളാണ്. ഇവിടെ ഇടവഴിയിൽ കൂടി പോലും നടക്കാൻ വേണ്ടി കഴിയുന്നില്ല. എല്ലാ സ്ഥലത്തും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഒന്നും ഈ പഞ്ചായത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ വെറുക്കപ്പെട്ടിട്ടില്ല ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 2 കൈയും നീട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇവിടുത്തെ വാണിമേലിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന നേട്ടവും ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പുമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് വാണിമേൽ പഞ്ചായത്തിൽ നാം കാണുന്നത്. കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന പഞ്ചായത്തുകളിലൊന്നായി വാണിമേൽ ഗ്രാമപഞ്ചായത്ത് മാറി. കോഴിക്കോട് ജില്ലയിൽ തന്നെ UDF സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിലവിലുള്ള UDF മുന്നണി എന്ന് പറയുന്നത് വിഭജിച്ചു പോവുകയും വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അതുകൊണ്ടാണ് UDFന്റെ 2 പ്രമുഖരായ നേതാക്കൾ ഈ തരത്തിൽ ഈ ഒരു ഷോയിൽ പങ്കെടുക്കേണ്ടി വന്നത്. എന്താണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം? മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന അതേ രാഷ്ട്രീയം തന്നെയാണോ? അതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും രാഷ്ട്രീയം കോൺഗ്രസിന് മുന്നോട്ട് വെക്കാനുണ്ടോ? കേരളത്തിൽ കോൺഗ്രസിന് ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടില്ല. സംസ്ഥാനത്ത് UDFന്റെ അതേ കാഴ്ചപ്പാട് തന്നെയാണ് വാണിമേലും പുലർത്താൻ പോകുന്നത്. 1989 പഞ്ചായത്ത് രാജ് ആക്ട് ബില്ല് ശ്രീമാൻ രാജീവ് ഗാന്ധി അവതരിപ്പിച്ച് അത് പാസ്സാകാതെ 91 നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് അത് ബില്ല് പാസ്സാവുകയും അതിനുശേഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് അധികാരങ്ങൾ വന്നത്, വികസന കാര്യത്തിൽ ഇടപെടാനും മറ്റ് കാര്യങ്ങൾക്കുമായി. ഇപ്പോൾ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല ശതമാനം പ്രാദേശിക വിഷയങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാന വിഷയവും അഖിലേന്ത്യാ വിഷയവും ഇതിൽ ഉണ്ടാവുകയില്ല എന്നല്ല പറയുന്നത്. പ്രാദേശിക തലത്തിൽ വികസന കാര്യം മാത്രമാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ജനങ്ങൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിന്നും വ്യത്യസ്തമായി ഒരു പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന പഞ്ചായത്തായി വാണിമേൽ മാറി എന്നുള്ളത് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിൽ പല പഞ്ചായത്തുകളിലും ഇടതുമുന്നണിയിലും UDFലും അഭിപ്രായ വ്യത്യാസമുള്ളതിനാൽ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു ഘട്ടം പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ CPIയും CPMും തമ്മിൽ മത്സരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ചില പഞ്ചായത്തുകളിൽ ചില വാർഡുകളിൽ സൗഹൃദ മത്സരം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് വാണിമേൽ പഞ്ചായത്തിലും ഉണ്ടായത്. വാണിമേലെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ 2-3 സീറ്റുകളിൽ സൗഹൃദ മത്സരം നടക്കുന്നുണ്ട്. അത് പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങൾ വിലയിരുത്തി കോൺഗ്രസിനെ ഒരു അനുകൂലമായ ഒരു പശ്ചാത്തലം വാണിമേൽ പഞ്ചായത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വളരെ വ്യക്തമായ നിലപാടുകൾ രാഷ്ട്രീയ നേതൃത്വം ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രാദേശിക തലത്തിലേക്ക് വരികയാണെങ്കിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് പ്രാദേശിക വിഷയങ്ങളാണ്.
വാണിമൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നിലവിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധി എന്ന നിലക്ക് NK മൂസ മാസ്റ്റർ എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുൻഗണന നൽകിയിട്ടുള്ളത് ഈ രാജ്യത്ത് ഈ പഞ്ചായത്തിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനമായിരുന്നു. അതിനുവേണ്ടി നിരവധി പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 402-ലധികം വീടുകൾ ഞങ്ങൾ ഈ 5 വർഷം ഭരണം നടത്തി ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ അതിന് തുക നൽകുകയോ അല്ലെങ്കിൽ അതിന് അഡ്വാൻസ് നൽകുകയോ ചിലത് പണി പൂർത്തിയാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ പഞ്ചായത്തിൽ വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും ഈ 5 വർഷക്കാലം ഞങ്ങൾ ഭരണം നടത്തിയതിന്റെ ഫലമായി വീടുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഏതാനും സമയപരിധിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഒക്കെ പണി പൂർത്തിയാകും. അങ്ങനെ വീടില്ലാത്ത ഒരു കുടുംബം വാണിമേലിൽ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. അതേപോലെ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് 1000-ലധികം കുടുംബങ്ങൾ ഈ പഞ്ചായത്തിൽ കക്കൂസില്ലാതെ, ശുചിത്വ സൗകര്യമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. ആ കുടുംബങ്ങളെയെല്ലാം അവരുടെയെല്ലാം പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സമ്പൂർണമായിട്ട് കക്കൂസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ കക്കൂസ് നൽകിയിട്ടുണ്ട്. ഇനി പുതുതായി നിർമ്മിക്കുന്ന കുടുംബങ്ങൾക്കല്ലാതെ മറ്റെല്ലാ കുടുംബങ്ങൾക്കും കക്കൂസ് നൽകി അഭിമാനപൂർവ്വം ഇറങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ല, അതുപോലെ വികസനങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ സുഹൃത്ത് CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ മുൻഗണന നൽകിയിട്ടുള്ള മറ്റൊരു മേഖല ഈ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ പഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റായിരുന്നു ശ്രീമാൻ MK ബാലൻ. അദ്ദേഹത്തിന്റെ വീട് ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് അവിടെയുള്ള ജനങ്ങൾ നേരിട്ടിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ പരപ്പുപാറ, കുങ്കന്നിരവ്, പാലോറ ഭാഗങ്ങളിൽ കുടിവെള്ളം ലഭ്യമല്ല എന്നുള്ളതായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അതുപോലുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. അവിടെയൊക്കെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു. അങ്ങനെ നേരത്തെ തുടങ്ങിയിട്ടുള്ള പദ്ധതികളും പുതുതായി ഞങ്ങൾ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കുളമുള്ളതിൽ താഴെ ജലസേന പദ്ധതി തുടങ്ങി. ജലസേചന പദ്ധതിയാണെങ്കിലും അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുടിവെള്ളമാണ്. അതുപോലെ പാലോറക്കുന്നിൽ ഞങ്ങൾ കുടിവെള്ള പദ്ധതി തുടങ്ങി, അത് കമ്മീഷൻ ചെയ്തു. അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ, ഞങ്ങളുടെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ കുങ്കന്നിരവ് ജലസേന പദ്ധതി, ഈ ഏറ്റവും പ്രധാനമായിട്ട് കുങ്കന്നിരവ് ഭാഗത്ത് ഏറ്റവും രൂക്ഷമായി കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ആ പ്രദേശത്ത് ഞങ്ങൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഒരു പദ്ധതി ഉണ്ടാക്കി അത് കമ്മീഷൻ ചെയ്ത് അവിടെ കുടിവെള്ളം എത്തിച്ചു. അതുപോലെ തന്നെ വാണിമേൽ പഞ്ചായത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭൂമി വാതുക്കൽ ശുദ്ധജല വിതരണ പദ്ധതി, ആ പദ്ധതി വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. അവിടെ മോട്ടോർ ഇല്ലാത്തത് കൊണ്ടും മോട്ടോർ തകരാറിലാകുന്നത് കൊണ്ടും പല സമയങ്ങളിലും കുടിവെള്ളം മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഞങ്ങൾ 5 വർഷക്കാലവും ഈ പദ്ധതി കൃത്യമായിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട്, ഞങ്ങളെ ഇടപെടൽ കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എല്ലാവർക്കും ഈ 5 വർഷം ഇടതടവില്ലാതെ വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, കുടിവെള്ളം എത്തിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇപ്പൊ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ മുൻഗണന നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ബുദ്ധിപൂർവമായിട്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങൾ, ഇടപെടലുകൾ ഞങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ആ പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ റോഡുകൾ നിരവധിയുണ്ട്. ഞങ്ങളെക്കുറിച്ചൊരു പരാതി റോഡുകൾക്ക് മുൻഗണന കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. റോഡിന് മുൻഗണന കൊടുക്കാൻ കഴിയാത്തത് ഗവൺമെന്റിന്റെ നയമാണ്. സംസ്ഥാന ഗവൺമെന്റ് പ്ലാൻ ഫണ്ടായിട്ട് പഞ്ചായത്തുകൾക്ക് നൽകുന്ന തുക ഒരു വർഷം നമുക്ക് 80 ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ നയം 10% തുക മാത്രമേ റോഡിന് ചെലവഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 80 ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞാൽ 8 ലക്ഷം രൂപ മാത്രമേ റോഡിന് ചെലവഴിക്കാൻ പറ്റുള്ളൂ. 15 വാർഡുകളുള്ള വാണിമേലിൽ, മലയോര മേഖലയുള്ള വാണിമേലിൽ ഈ 8 ലക്ഷം രൂപ കൊണ്ട് എത്ര റോഡ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഗവൺമെന്റിന്റെ നയം തിരുത്തണം.
ഗവൺമെന്റ് UDF ഗവൺമെന്റ് വന്നപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സമ്മർദ്ദം ചെലുത്തി ഗവൺമെന്റിന്റെ നയത്തിൽ 40% വരെ തുക റോഡുകൾക്ക് ചെലവഴിക്കാൻ വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമായി എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് UDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരിക്കും. ഇവിടെ UDF ഭരണം വരുമ്പോൾ സംസ്ഥാനത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ UDFന്റെ നയം എന്ന് പറയുന്നത് റോഡുകൾക്ക് മുൻഗണന നൽകാൻ പദ്ധതി പണം കൂടുതൽ ചെലവഴിക്കാൻ അനുമതി കൊടുക്കും. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ആ സമയത്ത് ഭരിക്കുന്നുണ്ടാകുക ഇടതുപക്ഷ മുന്നണിയായിരിക്കും. അപ്പൊ അതിന്റെ ഗുണം യഥാർത്ഥത്തിൽ കിട്ടുക, UDF എടുക്കുന്ന നയത്തിന്റെ ഗുണം വാണിമേലിൽ കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനാണ്. അപ്പൊ ജനങ്ങൾ കാണുക ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കൂടുതൽ റോഡ് ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാത്തത്. പിന്നെ നമുക്ക് പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് റോഡിന്റെ പ്രവൃത്തി നടത്താൻ കഴിയില്ല. വളരെ തുച്ഛമായ ഒരു വരുമാനമുള്ള പഞ്ചായത്ത് എന്നുള്ള നിലക്ക് ഗവൺമെന്റിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ നിലക്ക് ഞങ്ങൾ ഈ റോഡിന്റെ മേഖലയിലും ഞങ്ങൾക്ക് കഴിയുന്ന പ്രവർത്തനങ്ങളൊക്കെ കിട്ടാവുന്ന മേഖലയിൽ നിന്നൊക്കെ ഫണ്ട് ലഭ്യമാക്കി ഞങ്ങൾ ആ പ്രശ്നവും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പം മഴയാണല്ലോ. ഇപ്പൊ നാഷണൽ ഹൈവേ വരെ കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ടി.പി. കുമാർ പറഞ്ഞാൽ ഇപ്പോഴത്തെ റോഡെല്ലാം ഇങ്ങനെ കുഴിയായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ മഴയായതുകൊണ്ടാണ്. മഴ കഴിഞ്ഞ ഉടനെ തന്നെ ഈ റോഡ് പഞ്ചായത്തിലെ റോഡുകളെല്ലാം തന്നെ ടാർ ചെയ്യുന്നതിനും ഗതാഗത യോഗ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് 60 ലക്ഷം രൂപ 58 ലക്ഷം രൂപയുടെ പദ്ധതികൾ ഞങ്ങൾ അംഗീകരിച്ച് അതിന്റെ ടെൻഡർ പൂർത്തിയാക്കി നടപടികൾ ചെയ്തു. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പ്രവൃത്തി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, എല്ലാ പ്രശ്നങ്ങളും ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും അഭിമാനകരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആരോട് മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഞങ്ങളോട് വന്ന് പറയുന്ന രാഷ്ട്രീയം നോക്കാതെ, അത് ലീഗായാലും മാർക്സിസ്റ്റ് കോൺഗ്രസ് ആയാലും ഒക്കെ അർഹിക്കുന്നവൻ ആരാണോ അവൻ ആനുകൂല്യം കൊടുക്കണം എന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് ഞങ്ങൾക്ക് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ അതാണ് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നത്, ജനങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വോട്ട് നൽകും, ഞങ്ങൾ വിജയിക്കും. ഞങ്ങളോടൊപ്പം കോൺഗ്രസ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ, ധൈര്യത്തോടു കൂടി ഞങ്ങൾ പറയുന്നു, അടുത്ത പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കും. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുള്ള നേട്ടത്തിന്റെ ഫലമായിട്ടാണ്. ജനങ്ങളോട് പറയാനുള്ള ജനകീയ വികസന അജണ്ട കൃത്യമായി UDFന്റെ NK മൂസ മാസ്റ്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജനകീയമായ ഒരുപാട് പരിപാടികൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഭരണസമിതി വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം അക്കമിട്ട് നിരത്തുകയാണ്. ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ടാവും. നമ്മുടെ പ്രിയ പ്രേക്ഷകർ ചോദ്യങ്ങൾക്കായി കാത്തിരിക്കാവും. അതിനു മുമ്പ് ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.